പല സ്വപ്നങ്ങളായിരിക്കും ഓരോരുത്തർക്കും കടൽ കടക്കാനുണ്ടാവുക. അതിൽ വീടെന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കാനാവാതെയാണ് കൊല്ലം ശൂരനാട് വയ്യങ്കര സ്വദേശി ഷമീർ നമ്മോട് വിട പറഞ്ഞത്. ഏറെ പ്രതീക്ഷകളും സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളുമായിട്ടാണ് 5 വർഷം മുൻപ് കുവൈറ്റിലെത്തിയ ഷമീർ NBTC എന്ന കമ്പനിയിൽ ഡ്രൈവറായി ജോലിക്കെത്തിയത്. ഷമീറിന്റെ മരണവാർത്തയുണ്ടാക്കിയ ഞെട്ടൽ ഇപ്പോഴും ആ നാടിനും കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും ഒന്നും മാറിയിട്ടില്ല എന്നതാണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ 8 മാസം മുമ്പാണ് ഇവിടെ വന്ന് ഷമീർ ഇവിടെ നിന്ന് തിരികെ മടങ്ങുകയും ചെയ്ത് ഏറെ പ്രതീക്ഷകളോടുകൂടിയാണ് ഇവിടെ നിന്ന് ഷമീർ തിരികെ കുവൈറ്റിലേക്ക് മടങ്ങിയത്. കാരണം സ്വന്തമായൊരു വീട് വേണമെന്നുള്ളൊരു ആവശ്യം മുൻകാലങ്ങളിൽ തൊട്ട് തന്നെ സുഹൃത്തുക്കളുമൊക്കെ ആയി അദ്ദേഹം പങ്കുവച്ചിരുന്നെന്നാണ് നമ്മുടെ ഇവിടെ നിന്ന് അവരുടെ സുഹൃത്തുക്കളൊക്കെ പറയുകയും ചെയ്തത്. അതിനായി ബാങ്കിലെ കടങ്ങളൊക്കെ തീർത്തതിന് ശേഷം അതിനായി അടുത്ത മാസം ഈ വീട് പണിയൊക്കെ ആരംഭിക്കുന്നതിന് വേണ്ടി തിരികെ നാട്ടിലേക്ക് എത്താനുള്ളൊരു വിചാരമുണ്ടായിരുന്നു. അതൊക്കെ കുടുംബാംഗങ്ങളെ വിളിച്ചറിയിക്കുകയും ചെയ്തതിനു ശേഷമാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു വിയോഗ വാർത്ത ഞാടിനെ ഞെട്ടിച്ചുകൊണ്ട് ഒപ്പം തന്നെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയൊക്കെ ഞെട്ടിച്ചുകൊണ്ട് ഉള്ളൊരു വിയോഗ വാർത്ത പുറത്തു വരികയും ചെയ്തു. 8 വർഷം കൊണ്ടറിയാം, താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയാണ്. എപ്പോൾ വന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ച് ഇവിടെ കളിച്ചും ചിരിച്ചും നടക്കുന്നതാണ്. ലാസ്റ്റ് വന്നിട്ട് പോകാൻ നേരത്ത് ഞങ്ങളെല്ലാവരും കൂടെ യാത്ര പറഞ്ഞിട്ടാണ് പോയത്. ആ സമയമുള്ളപ്പോഴെല്ലാം നമ്മളെല്ലാ സുഹൃത്തുക്കളെയും വിളിച്ച് നമ്മുടെ എല്ലാ കാര്യങ്ങളെല്ലാം അന്വേഷിക്കാറുണ്ട്. ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഷമീറിന്റെ അനുജനാണ്. മോന്റെ പേരെന്താ? എത്രല്ല പഠിക്കുന്നത്? 8ല്. നേരത്തെ വിളിച്ചായിരുന്നു മുമ്പ്? വിളിച്ചായിരുന്നു. എപ്പോഴും എന്നും വിളിക്കാറുണ്ടായിരുന്നു? ഒന്നുമില്ല, ചില ദിവസം വിളിക്കാനുള്ളൂ. എപ്പോഴാണ് വിളിച്ചത്? അന്ന് 2023 മാർച്ച് 1 വന്നായിരുന്നു. എന്നിട്ട് പിന്നീട് ഇനി 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരുമെന്നാണ് പറഞ്ഞത്. 1 വർഷം കഴിഞ്ഞിട്ട് തിരിച്ചു വരും. ഇങ്ങനെ ഒരു വാർത്ത വരികയും ചെയ്തു. വളരെ ദുഃഖകരമായിട്ടുള്ള സംഭവമാണ്. അപ്പം സങ്കടമുണ്ട്, വളരെ സങ്കടമുണ്ട്. ഇവിടുന്ന് ഏകദേശം 4 മണിക്കൂറോളം ദൂരം എടുക്കും ഈ ഷമീറിന്റെ വീട്ടിലേക്ക് മൃതദേഹവുമായി എത്തുക. 1 മണിക്കൂറോളം ഈ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷം സമീപത്തുള്ള കലൂർ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം നടത്തുകയും ചെയ്യുന്നത്. കുവൈറ്റ് ദുരന്തത്തിൽ ജീവൻ പൊലിഞ്ഞ സഹോദരന്മാർക്ക് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.